അതിന് നല്ലത് നന്നായിട്ട് മക്കളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചു ന്യൂസ് മനസ്സിലായല്ല കണ്ണൻ ചേട്ടാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നമുക്ക് പറ്റുന്നത് ഭർത്താവില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് നമ്മൾ കൊടുക്കുക അത് 10 പേരെ വിളിച്ചിട്ടല്ല നമ്മുടെ അമ്മമാരെ കൊടുക്കുക പറ്റുന്നത് അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് കരയണതിന് മറ്റുള്ളവർ മുന്നിൽ കരയുമ്പം നമ്മളവിടെ കൊച്ചാവാണ് ചെന്നു കരയല്ലേ കരയുന്നില്ല ഞാനൊക്കെ എത്ര അവിടെ കരഞ്ഞിട്ടുണ്ട് കരയരുത് കരഞ്ഞ ആൾക്കാരെന്ത് വിചാരിക്കാൻ തരുമോ ഇവള് കരയുന്നില്ല ഇവരെന്നേ പറയുള്ളൂ അതിന് നമ്മളത് ഇട കൊടുക്കേണ്ട ആവശ്യം ഈ നല്ലൊരു ദിവസമായിട്ട് മക്കളുടെ മുന്നിൽ കരയാതിരിക്കുക അവർക്ക് നല്ല ഹാപ്പിനെസ് കൊടുക്കുക കരയല്ലേ കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും അവൾ അങ്ങനെയാണ് അവൾക്ക് അതിന് വേണ്ടിയാണ് ഇങ്ങനെ വേണ്ടിട്ടാന്നൊക്കെ പറയും കരയാതിരിക്കുക അത് നീ കരഞ്ഞ അവിടെ തോറ്റു അങ്ങനെ അത് കാണണമെങ്കിൽ അങ്ങനെയൊക്കെ അതൊരു വിജയമാണ് കരയാതിരിക്കുക മക്കളുടെ കൂടെ നല്ല ചിരിച്ചു കളിച്ച് നിൽക്കുക എൻജോയ് ചെയ്ത് നിൽക്കുക അത് അയാൾ കാണണം അതാ വേണ്ടത് കരഞ്ഞ നമ്മൾ തോറ്റുന്ന അയാൾ വിചാരിക്കും അയാൾ ആ പെണ്ണ് തോറ്റു വിചാരിക്കും ചിരിച്ചു കാണിച്ചു കൊടുക്കുക മനസ്സിലായ വീട്ടിലപ്പോ ഫുഡൊന്നും വെച്ചില്ല ബർത്ത്ഡേ ആയിട്ട് പായസം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ ഇല്ല ചേച്ചി നാളെ ഇന്നല്ലേ ബർത്ത്ഡേ അപ്പം ഇന്നായല്ലേ 14 അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി പായസം വെക്കണം അത് കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുപോയിട്ട് കോർണിഷിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നാളെ ചെക്കന്റെ ബർത്ത്ഡേ എന്നാ 22-ന് അത് നല്ലത് പിള്ളേരൊക്കെ പാടാ കൂടെ ഒറ്റയ്ക്കല്ല അനിയനില്ലേ സ്വന്തം കൂടപ്പറപ്പുണ്ടായില്ലേ പിന്നെ എന്ത് വേണം സ്വന്തം കൂടപ്പറപ്പ് കൂടെ ഉണ്ടായിരുന്നില്ലേ മക്കളുടെ ബർത്ത്ഡേക്ക് അതിൽ കൂടെ എന്ത് വേണം ആങ്ങളെ മെങ്ങളും ഉണ്ടായിരുന്നു മക്കളുടെ മുന്നിൽ കേക്ക് മുറിച്ചു അതിൽ കൂടെ സന്തോഷമൊന്നും ഇല്ലേ ഇവളെ ഇതൊക്കെയാണ് ഒരു സന്തോഷം പിന്നെ ആൾക്കാരെ വിളിച്ച് പിടിച്ച് കൂട്ടുന്നുണ്ട് അതൊക്കെ പിന്നെ നമുക്ക് കൊടുക്കാം പൈസ ഇന്നൊരു നാളെ വരും മനസ്സിലായ അനിയനെ എന്ത് ചെയ്തിട്ട് അനിയൻ ഇവിടെ ഉണ്ട് നല്ല ഡ്രസ് മക്കളടുത്തുണ്ടല്ലോ അതെ മക്കളടുത്തുണ്ടല്ലോ ചെമ്മൂസ അതിന്റെ ഇത് ഇന്ന് ഗെയിമൊന്നും കളിച്ചില്ല ഒന്നും കളിച്ച വയ്യാതായി പോയി പെട്ടെന്ന് പനി പിടിച്ച പോലെ ആയിട്ടേ ശരീരം ഭയങ്കര ഡൗൺ ആയി എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോള് സങ്കടമല്ലേ അങ്ങനെ പെട്ടെന്ന് ടെൻഷൻ വിചാരിച്ചിട്ട് കാര്യമില്ല ചെമ്മു ഞാനൊക്കെ എത്രത്തോളം കരയണം നമ്മുടെ വിഷമങ്ങൾ നമ്മൾ മാത്രം ഉള്ളിൽ ഒതുക്കുക നമ്മുടെ ഫ്രണ്ട്സുകളോട് പറയാ നമ്മൾ അത് വെച്ച് നമുക്ക് അറിയണം അല്ലേ ചിലപ്പോ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമെങ്കിൽ ഭയങ്കര സങ്കടമാണ് കാര്യം എടുക്കുന്ന കൊണ്ടാകാം നമുക്ക് മക്കളുടെ മുഖം കാണുമ്പോൾ സഹിക്കത്തില്ല പല സാഹചര്യത്തിന് തകർന്നു പോകും അത് മക്കളെ സന്തോഷിച്ച് നിർത്തുക മക്കളെ ഒരിക്കലും അമ്മ വിഷമിക്കാന്ന് പറയിക്കരുത് കാരണം ചിരിപ്പിച്ച് മക്കളെ ചിരിപ്പിച്ചുകൊണ്ട് മക്കളെ പിന്നാലെ നടക്കുക മനസ്സിലായി അങ്ങനെ ചെയ്യല്ലേ മക്കൾക്കും കൂടെ അതൊരു വിഷമം വരും ഞാൻ കരയുന്നത് എന്റെ മുഖം കണ്ടിട്ടില്ല എന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഓന് ഭയങ്കര വിഷമമാണ് അവൻ ഭയങ്കര എന്നെ അറിയുന്ന എന്റെ കുഞ്ഞാണ് നമ്മൾ കരഞ്ഞ് നമ്മൾ മക്കളെ മുന്നിൽ കരയാൻ പാടില്ല അവർക്ക് അതൊരു വിഷമം വരും എപ്പോഴും മക്കളുടെ ബർത്ത്ഡേക്ക് ഒരാൾ കരയല്ല ചെയ്യേണ്ടത് മക്കളുടെ ബർത്ത്ഡേക്ക് ചിരിച്ച് കളിച്ചാലും കൂടെ നിൽക്കുക ചെയ്യേണ്ടത് ഹാപ്പി ആയിട്ട് കരയുമ്പോ അവർക്കൊരു വിഷമം വരും എന്തിനാ എന്റെ ഉമ്മി കരയണേ ചോദിക്കും പിള്ളേര് ബർത്ത്ഡേ സമയത്ത് ചിരിക്കുക പിള്ളേരുടെ കൂടെ പിള്ളേരുടെ ബർത്ത്ഡേ അല്ലേ നന്നായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യും പിള്ളേരെ കൂട്ടുകൂടി കളിക്കുക കരയാണ്ട് ഞാൻ പറയട്ടെ ഇപ്പൊ മോന്റെ മോളുടെ കറക്റ്റ് ഒരു വയസ്സിലുള്ള ബർത്ത്ഡേക്കാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത് കറക്റ്റ് അതൊക്കെ ഓർക്കുമ്പോ ഇങ്ങനെ കണ്ടുവരില്ല എന്റെ മക്കളുടെ ബർത്ത്ഡേ എന്റെ കുട്ടൂസിന് 1 വയസ്സായിട്ടുണ്ട് അവന്റെ ബർത്ത്ഡേ ഇപ്പൊ അവന് 9 വയസ്സായി 9 വയസ്സ് വരെ അവരുടെ തന്തയിലാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത് എന്റെ പിള്ളേരെ ബർത്ത്ഡേ ചെമ്മൂസ് കണ്ടിട്ടില്ലേ നാട്ടിൽ പോയാൽ കേക്ക് മുറിക്കും ഞങ്ങൾ 5-6 പേര് കേക്ക് മുറിക്കും അത്രയേ ഉള്ളൂ അതിപ്പോഴൊന്നുമില്ല ഞാൻ എന്റെ കൊച്ചിന് അവരപ്പം ഉപേക്ഷിച്ചു 9-10 വർഷമായി ഞാൻ കൊച്ചിന് 1 വയസ്സ് തുടങ്ങി ഞാൻ 9 വർഷം 9 ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു വെറുതെ ആഘോഷിച്ചു ഒരു കേക്ക് മേടിച്ചു കൊടുക്കുന്നു അവര് കുറച്ച് മുറിക്കുന്നു അതേ ഉള്ളൂ എല്ലാവർക്കും ഓരോ വിഷമങ്ങൾ വേണം നല്ല ഇതൊക്കെ ചെയ്യും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കരയൊന്നും വേണ്ട ഇപ്പൊ കരഞ്ഞിട്ട് ഇപ്പം പിള്ളേരെ വിഷമിക്കണ്ട അവനെന്തി അനിയനെന്തിയേ ചേച്ചി വിളിക്കുന്നടാ ഉനൈസേ എന്താ വിശേഷം എന്താ കരയണേ എന്റെ ചേച്ചി കരയണോ എന്റെ ഇത്താത്ത കരയണോ ചുമ്മാ സങ്കടപ്പെട്ടിരിക്കോ ഞാൻ പറഞ്ഞ നല്ലൊരു ദിവസമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നല്ലൊരു ദിവസമായിട്ടല്ല അമ്മി നല്ലൊരു ദിവസമായിട്ട് ആ മക്കളുടെ കൂടെ എന്റർടൈൻമെന്റ് കരഞ്ഞിട്ട് മക്കളെ വിഷമിപ്പിക്കും
ഏറ്റവും കൂടുതൽ ഭാഗം നിന്ന് സ്വന്തം അനിയും കൂടപ്പുറപ്പായിട്ട് അവിടെ ഉണ്ടല്ലോ അത് തന്നെയാണ് അല്ലേ യുനൈസേ? എല്ലാത്തിനും ഞാൻ ഉണ്ടല്ലോ കൂടെ. സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അനിയൻ അവിടെ ഇല്ലേ? പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, അതെ എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബീച്ചൊക്കെ എന്തോരം കരയണം യുനൈസേ, അതെ എന്തോരം കരയണം. നമ്മൾ കരയാനല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് ഇതായി പോവുക. അങ്ങനെ പോട്ടെ നോക്കിയത്, അങ്ങനെയൊക്കെ ലൈവ് ഒക്കെ കാണുന്നുണ്ടോ? പിന്നെ വിഷമം പോട്ടെ പോട്ടെ, അറിയാതിരിക്കൂ. കരയുമ്പോ ആൾക്കാർ ചിരിക്കുള്ളൂ ചെന്നൂസേ. കരയുന്ന കാണുമ്പം മറ്റുള്ളവർക്ക് സങ്കടം വരും. കരഞ്ഞ നാളേക്ക് ഇനി ജലദോഷം തലവേനും കൂട്ടാൻ നിൽക്കണ്ട കരഞ്ഞു കഴിഞ്ഞാ. ഒന്നാ തണുപ്പല്ലേ, തണുപ്പ് സമയത്ത് കരഞ്ഞൊക്കെ നമുക്ക് നീർക്കെട്ടൊക്കെ വരും. അതുകൊണ്ട് നാളെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുക. ചിലപ്പോ രാവണം വരെ ഞാൻ വരണ്ട്, രാവണം വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടാ. ടെൻഷൻ അടിക്കണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ. എന്ത് ടെൻഷൻ, ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. അവള് ഇന്നത്തെ ദിവസം റെസ്റ്റ് ആക്കട്ടെ, ഇന്നിപ്പോ ഗെയിം കളിക്കത്തില്ല, അവള് ബർത്ത്ഡേ അല്ലേ. ശരി എന്നാ പിള്ളേരോട് നല്ല രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതിരിക്കട്ടാ. ഹാപ്പി ആയിട്ട് ഇരിക്കും ചെറുമൂസ. അങ്ങനെ കരയണ്ട, കരയും നമുക്ക് കാണുന്നവർക്കും കൂടെ അതൊരു വിഷമം വരും. അവര് വിചാരിക്കുന്നത് എന്തെങ്ങനെ കരയണേന്ന് ട്ടാ. ഞാൻ പോട്ടെ എന്നാ ട്ടാ, കരയണ്ടാട്ടാ. ഓക്കെ എല്ലാം റെഡിയോ.